പൂജപ്പുര നവരാത്രി മണ്ഡപത്തിന് ഫീസ് ഈടാക്കാനുള്ള കോർപ്പറേഷൻ തീരുമാനത്തിൽ ശക്തമായി പ്രതിഷേധമറിയിച്ച ബി.ജെ.പി കൗൺസിലർ നഗരസഭാ സെക്രട്ടറി ഓഫീസ് ഉപരോധിച്ചു. വാടക ഈടാക്കാനുള്ള തീരുമാനം മേയർ ഏകപക്ഷീയമായി കൈക്കൊണ്ടതാണെന്നായിരുന്നു നഗരസഭാ സെക്രട്ടറിയുടെ വിശദീകരണം. നവരാത്രി മണ്ഡപം ഹിന്ദുവിന്റെ അവകാശമാണ്. പൂജപ്പുര സരസ്വതി ക്ഷേത്ര മണ്ഡപത്തിൽ പൂജ വയ്ക്കുന്നതിന് ദിവസവാടക വാങ്ങാനുള്ള നഗരസഭാ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഹൈന്ദവാചാരങ്ങളോടുള്ള അസഹിഷ്ണുതയുടെ ഭാഗമാണ് നഗരസഭാ തീരുമാനത്തിന് പിന്നിലെന്നാണ് ബി.ജെ.പി ആരോപണം. പ്രതിഷേധത്തിന്റെ ഭാഗമായി ബി.ജെ.പി കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ചു. ഉത്തരവ് പിൻവലിച്ചെങ്കിലും ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബി.ജെ.പി ഉപരോധം. ഒരാചാരത്തെയും അനുഷ്ഠാനത്തെയും ക്ഷേത്രത്തെയും കൽമണ്ഡപത്തെയും ഒക്കെ ഒരു ഭരണകൂടത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നീചമായ പ്രവൃത്തി ചെയ്യാൻ ഈ ഭരണകൂടത്തിന് എവിടെ നിന്നാണ് അവകാശം കിട്ടിയത്? ആരാണ് അധികാരം കൊടുത്തത്? കേരള മുനിസിപ്പാലിറ്റി ആക്ടിന്റെ ഒരു ചട്ടത്തിലും ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം ലേലം ചെയ്തു കൊടുക്കണമെന്ന് ഒരു നിയമത്തിലും പറയപ്പെടുന്നില്ല. ഈ നിയമം വിരുദ്ധമായ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയും മറ്റുള്ള ആളുകളും ചെയ്ത ആ നിർദ്ദേശപ്രകാരം കാണിച്ചിട്ടുള്ള ഇത്തരം ധിക്കാരപരമായ സമീപനത്തെ ഞങ്ങളുടെ ശക്തി പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഏതറ്റം വരെയും പോയി ഈ ഉത്തരവ് പിൻവലിക്കുന്നവരെ ഈ സെക്രട്ടറി അതിനകത്ത് പൂട്ടിവെക്കുക തന്നെ ചെയ്യും. എന്നാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കൈക്കൊള്ളാനാകില്ലെന്നും മേയർ ആര്യ രാജേന്ദ്രൻ ഏകപക്ഷീയമായി കൈക്കൊണ്ട തീരുമാനമാണെന്നുമായിരുന്നു നഗരസഭാ സെക്രട്ടറിയുടെ വിശദീകരണം. മണ്ഡപത്തിന് വാടകയിനത്തിൽ 8,996 രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ സമിതി സെക്രട്ടറിക്ക് കോർപ്പറേഷൻ കത്ത് നൽകിയത്. 7,200 രൂപ വാടകയും ചരക്കുസേവന നികുതിയായി 1,296 രൂപയും ഡെപ്പോസിറ്റ് ഇനത്തിൽ 500 ഉൾപ്പെടെയാണ് സരസ്വതി മണ്ഡപത്തിന് നഗരസഭ വാടക നിശ്ചയിച്ചത്. ജനം, തിരുവനന്തപുരം.